വെൽക്കം ടു Happybeadstv. സുഖയിൽ എല്ലാവർക്കും. ഇന്നത്തെ അത്യാവശ്യം തെളിച്ചൊക്കെ ഉണ്ട്, വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ല. പുറത്ത് കാക്കയുടെ സൗണ്ടൊക്കെ കേൾക്കാറില്ല, ഇല്ലെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനൊന്നും കാണാനുണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ കർക്കിടക സ്പെഷ്യൽ രണ്ടാമത്തെ ദിവസമാണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഹെയർ കെയർ ആണ്. ഹെയർ നന്നായിട്ട് ഡാൻഡ്രഫ് ഒക്കെ മാറിയിട്ട് നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആവാനായിട്ടുള്ള, നാച്ചുറലായിട്ട് സ്മൂത്ത് ആൻഡ് സിൽക്കി ആവാൻ പറ്റുന്ന ഒരു ഹെയർ കെയർ ട്രീറ്റ്മെൻറ്റ് ആണ്. അതും 100% നാച്ചുറലാണ്. എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാം. അറ്റ്ലീസ്റ്റ് മാസം 2 തവണയെങ്കിലും ചെയ്താലും അത്രയും നല്ല എഫക്റ്റീവാണ്. നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് നമ്മൾ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് നല്ലതാണ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. നമ്മളെല്ലാവരുടെയും വീട്ടിൽ അത്യാവശ്യമായിട്ട് വളർത്തേണ്ട ഒരു ചെടിയാണ് കറ്റാർവാഴ എന്ന് പറയുന്നത്. നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഫേസിനും ഹെയറിനും ഒക്കെ ഒരുപോലെ യൂസ്ഫുൾ ആണ് നമ്മുടെ കറ്റാർവാഴ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു തണ്ട് കറ്റാർവാഴയാണ്. ഒറിജിനൽ തന്നെ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 വലിയ സ്പൂണോ 3 വലിയ സ്പൂണോ കറ്റാർവാഴ ജെല്ല് ഇതിലേക്ക് ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഈ നമ്മളുടെ ചെമ്പരത്തിയുടെ പൂവും അതുപോലെ തന്നെ ഇലയും കൂടിയാണ്. നമുക്ക് എത്രത്തോളം കളക്ട് ചെയ്യാവോ അത്രത്തോളം നമ്മൾ എടുക്കാം. ഞാനിപ്പോൾ ഒരു 10-20 ഇലയും അതൊരു 3-4 പൂവും എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ചെറുപയർ പൊടിയാണ്. ഹെയറിൻ്റെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആവാനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാനായിട്ടും ഇത് സഹായിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കട്ടൻ ചായയില്ലേ, നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു 2 വലിയ സ്പൂൺ എടുത്തിട്ട് തിളപ്പിച്ചിട്ട് അത് അരിച്ചെടുത്താണിത്. ഇനി നമുക്ക് വേണ്ടത് കോഴിമുട്ടയാണ്. ഇതിൻ്റെ വെള്ളം മാത്രമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തമായിട്ടും യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു നമ്മളുടെ മിക്സി ജാർ എടുക്കുക. അതിലേക്ക് നമ്മളുടെ കട്ടൻ ചായ നന്നായിട്ട് 2 സ്പൂൺ തേയിലയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഒരു 1.5 ഗ്ലാസ് വെച്ചിട്ട് 1 ഗ്ലാസ്സായിട്ട് വറ്റിച്ചെടുത്തത്. അപ്പോൾ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ചെറുപയർ പൊടി 3 വലിയ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മുടെ ഹെയറിൻ്റെ വോളിയം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 സ്പൂൺ 6 സ്പൂൺ വരെ നമുക്ക് ചെറുപയർ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മളുടെ ചെമ്പരത്തി ഇല പൂവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തണ്ട് കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പൂവിൻ്റെ മൊട്ടും ഒക്കെ നമുക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ മുറിച്ചൊന്നും ഇടേണ്ട, ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മളിത് കറ്റാർവാഴ നമ്മൾ ചെറുതാക്കി ഒന്ന് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നന്നായിട്ട് അരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഒരു തേങ്ങാപ്പാൽ എന്ന് പറയുന്നത് ഒരു 5 വലിയ സ്പൂൺ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമ്മൾക്കൊരു അല്പം ഓയിൽ, നമ്മൾ ഏതാണോ ഓയിൽ യൂസ് ചെയ്യണത് ഏതെങ്കിലും ഒരു ഓയിൽ ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് നമ്മളുടെ കോഴിമുട്ടയും ചേർത്ത് കൊടുക്കാം. നമ്മളിത് ഉണ്ടാക്കിയ ഉടനെ നമ്മുടെ ഹെയറിൽ തേക്കരുത്. ഒരു അരമണിക്കൂറോളം പുറത്ത് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഹെയറിൽ ഇത് അപ്ലൈ ചെയ്യാവുള്ളൂ. അതുകൂടെ ശ്രദ്ധിക്കുക. നമുക്കൊന്ന് കോംബ് ചെയ്യാൻ കോംബ് ഉപയോഗിച്ച് നമുക്ക് സെക്ഷൻ എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ കൈ കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മളുടെ സെക്ഷൻ ഒന്ന് തിരിച്ചിങ്ങനെ എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ പാക്ക് ഇത് അവിടെ റെഡി ആക്കി ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഇതായിരിക്കണം, നല്ല പച്ച കളറുള്ള എയർ പാക്കാണ്. ഇങ്ങനെ നമ്മൾ തേച്ച് കൊടുക്കുക. നമ്മൾ ആദ്യം നമ്മുടെ സ്കാൽപ്പിലാണ് നന്നായിട്ട് പുരട്ടേണ്ടത്. അതുപോലെ തന്നെ അതിന് ചുറ്റുമുള്ള ഹെയറിൽ നമ്മൾ ആദ്യം ഒന്ന് പുരട്ടി കൊടുക്കുക. ജലദോഷവും പനിയൊക്കെ ഉള്ള ആൾക്കാർ ജസ്റ്റ് നെറുകയിൽ ഒരു രാസനാദിപ്പൊടി ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ. അപ്പോൾ പനിയും ജലദോഷവും ഒന്നും ഉണ്ടാവേണ്ട നമുക്ക് നോക്കാൻ പറ്റും. ഇങ്ങനെ 2 സൈഡിലോട്ട് ആദ്യം നമ്മൾ നടുക്ക് സ്കാൽപ്പിൽ തേച്ച് കൊടുക്കുക. പിന്നെ ഈ 2 സൈഡില്ലേ ആ സൈഡിലൊന്ന് തേച്ച് കൊടുക്കുക. ബ്രഷ് ഉപയോഗിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടത് അപ്ലൈ ചെയ്യാം. വളരെ വേഗത്തിൽ നമ്മളുടെ ഹെയറിൽ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇഷ്യൂസൊക്കെ മാറാൻ സഹായിക്കും. ഇപ്പോൾ നല്ലോണം ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അരമുറി നാരങ്ങ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ആപ്പിൾ സിഡർ വിനെഗർ ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ വളരെ കുറച്ചുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു 3-4 യൂസിന് ശേഷം പൂർണ്ണമായിട്ടും നമ്മുടെ തലയിൽ താരന് മാറും. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 ഇരട്ടിയായിട്ട് ഇത് തേച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. വളരെ നാച്ചുറലാണ്. നമ്മൾ അതൊരു ഷാമ്പു പോലുള്ള കെമിക്കൽസ് ഒന്നും ഇതിന് ശേഷം ഉപയോഗിക്കരുത്. അപ്പോൾ ചെറുപയർ കൂടി തേച്ചിട്ടുണ്ട്. നമ്മളിനി സെപ്പറേറ്റ് ആയിട്ടൊന്നും ഇതിൽ ചേർത്തിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യേണ്ട, പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്താൽ മാത്രം മതി.
അതുപോലെ നമുക്ക് നമ്മളുടെ പിരികത്തിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ അതും മാറും, നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് അതും നമുക്ക് സഹായിക്കും. ആ പിരികത്തിലൂടെ ഏകദേശം 40 മിനിറ്റ് ആയിട്ടുണ്ട്. എവിടെയൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കൊരു അരമണിക്കൂറെങ്കിലും മിനിമം വെക്കാൻ നോക്കുക. ഫസ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു 15 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പനിയൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ രാസനാദിപ്പൊടി നെറുകയിൽ തിരുമിയിട്ട് വേണം നമ്മൾ ഒന്ന് ഫസ്റ്റ് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 15 മിനിറ്റ്സ് ഒക്കെ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ സമയം കൂട്ടിക്കൊണ്ടുവരും. അപ്പോൾ ഇത് കണ്ടോ ഇവിടെയൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ട് നമ്മൾ നോർമൽ വാട്ടറിൽ തന്നെ വാഷ് ചെയ്ത് നമുക്ക് ഡ്രൈ ചെയ്യാം. വേറെ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് വാഷ് ചെയ്തിരിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അകത്ത് ബാത്റൂമിൽ നിന്നൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുറേയൊക്കെ ഡേർട്ടി ആവും, ബാത്റൂം ഒക്കെ ചീത്തയാവും. അപ്പോൾ കുറച്ചൊക്കെ പുറത്തുനിന്ന് നമ്മൾ കഴുകാനായിട്ട് നോക്കുക. നല്ല മഴയുണ്ട്. അപ്പോൾ മഴയത്ത് നിന്നാൽ കഴുകിയത് ഞാനത് ഡ്രൈ ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കണോ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു Happybeadstv സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യാൻ മറക്കരുത്. അതുപോലെ Happybeadstv വ്ളോഗ്സും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ തൊട്ടപ്പോൾ ഒരു ബെൽ ബട്ടൺ കാണും. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നൊരു ഓപ്ഷനും ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലും നിങ്ങൾക്ക് ഡെയിലി വീഡിയോ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ അപ്ഡേഷൻ കിട്ടത്തുള്ളൂ. ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാത്തായിരിക്കും ഒരു പക്ഷേ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും അത് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതുമയാർന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. Bye.